നമ്മുടെ സുജയ പാർവതി ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതായത് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട്, ഞാൻ BJP അല്ല, സംഘിയല്ല എന്ന്. അത് ഞാൻ വെച്ച് തരാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സംഘപരിവാറിന് കനത്ത തിരിച്ചടിയാണ്. സുജയെ പോലെയുള്ള ഇത്രയും ഫാൻസ് ഉള്ള BJPക്ക് വേണ്ടി മാത്രം റിപ്പോർട്ടർ ചാനലിൽ BJPക്ക് മാത്രം സംസാരിച്ച സുജയ പാർവതി ബിഗ് ടിവിയിലേക്ക് പോയപ്പോൾ നിലപാട് മാറ്റി പറയുന്നത് BJPക്ക് വലിയ തിരിച്ചടിയാണ്. ഓക്കെ, അതിലേക്കൊക്കെ കടക്കാം. അതിനുശേഷം UPയിൽ യോഗി ആദിത്യനാഥ് പച്ചക്ക് 67 പേരെ കൊല്ലുകയാണ്. എങ്ങനെ കൊല്ലുന്നു എന്നല്ലേ, അതിൻ്റെ ശക്തമായിട്ടുള്ള തെളിവുണ്ട്, ഒരു വീഡിയോ ദൃശ്യമുണ്ട്, അത് നിങ്ങൾ കേൾക്കണം. അതിനുശേഷം നരേന്ദ്രമോദിക്ക് വെള്ളിവിളിയുമായിട്ട് ഈ ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ട്. അതും വിവാദമാണ്. അതായത് ഞാനൊക്കെ സംസാരിച്ചാൽ, നരേന്ദ്രമോദിക്കെതിരെ സംസാരിച്ചാൽ പറയുന്നുണ്ട് സുഡാപ്പിയാണെന്നൊക്കെ. പൊന്നുമനുഷ്യന്മാരെ, ഇങ്ങനെയുള്ള സ്ത്രീകളാണ് പറയേണ്ടത്. ഞങ്ങളൊക്കെ സത്യമാണ്, സത്യസന്ധമായിട്ടാണ് കാര്യം പറയുന്നത് പൊന്നുമനുഷ്യന്മാരെ. ഓക്കെ, നമുക്ക് ആദ്യം സുജയ പാർവതിക്ക് എന്താണ് RSSനെ കുറിച്ചൊക്കെ പറയാനുള്ളത്, അത് ആദ്യം കേട്ട് നോക്കാം. ഓക്കെ, ഇത് കോൺഗ്രസ് ചാനലാണ് എന്നൊക്കെ പറയുന്നു. ഇത് ബിഗ് TV ജനങ്ങളുടെ ചാനലാണ്, ഏതെങ്കിലും പാർട്ടിയുടെ ചാനലല്ല. ഞാൻ പാർട്ടി മാറിയോ എന്ന് ചോദിച്ച ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ട്. ഞാൻ അതിന് ഒരു പാർട്ടിയിലും അംഗത്വം എടുത്തിട്ടില്ല. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പോലും ഞാൻ ഉണ്ടായിരുന്നില്ല എന്നത് പലവട്ടം പറഞ്ഞതാണ്. അത് ആവർത്തിക്കേണ്ടി വരികയാണ്. അപ്പോൾ അങ്ങനെ പോലും ആയിട്ടില്ലാത്ത മിക്കവാറും മാധ്യമപ്രവർത്തകർ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചവരാകും, അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിയുടെ വിദ്യാർത്ഥി സംഘടനയിലെങ്കിലും അംഗത്വമുള്ളവരാകും. പക്ഷേ എനിക്ക് ആ അംഗത്വം പോലും ഇല്ല എന്നുള്ളത് പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം. അതിപ്പോൾ നല്ലത് ചെയ്യുന്നവരെ പറയുന്നതിന്, അല്ലെങ്കിൽ തെറ്റ് ചെയ്യുന്നവരെ ചൂണ്ടിക്കാട്ടുന്നതിന് ആ പാർട്ടിയുടെ ഭാഗമാണ് എന്ന് പറയുകയാണെങ്കിൽ ഇതിനകം തന്നെ ഒരുപാട് പാർട്ടികളുടെ ഭാഗമാണെന്ന് ആവർത്തിച്ച് കേൾക്കുന്നത് കൊണ്ട് കൂടിയാണ് ഈ വ്യക്തത വരുത്തിയത്. എന്താ അല്ലേ, സുജയ പാർവതിയുടെ ഇൻസ്റ്റഗ്രാം പേജിൽ, അതായത് ഓരോ ഫോട്ടോസിന് താഴെ തെറിയാണ് ചില സംഘികൾ. നീ സംഘി എന്ന് പറയണം, നീ BJPക്കാരി എന്ന് പറയണം. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. റിപ്പോർട്ടർ ചാനലിൽ ഈ പറഞ്ഞ സുജയ BJPക്ക് വേണ്ടിയായിരുന്നു കൂടുതൽ സംസാരിച്ചത്. അവർ നല്ലവരാണ്, എന്തിനു വേണം. ഗുജറാത്ത് കലാപത്തിനടക്കം ഈ സുജയ പാർവതി നല്ലത് ന്യായീകരിച്ചിട്ട് വന്നിട്ടുണ്ട്. ആ എമ്പുരാൻ പടമിറങ്ങിയ സമയത്ത് അവരെ അടക്കം ന്യായീകരിച്ചിട്ടാണ് ഈ സുജയ പാർവതി റിപ്പോർട്ടറിൽ സംസാരിച്ചത്. നേരെ മറിച്ചിട്ട് ആ സുജയ മാറുകയാണ്. സുജയ കോൺഗ്രസിന് സപ്പോർട്ട് അടിച്ച് സംസാരിക്കുമ്പോൾ ആരോ ഒരാൾ കമൻ്റ് ഇടുകയാണ്, സുജയ ഇതെന്ത് കോൺഗ്രസ് ചാനലാണോ? അപ്പോഴാണ് സുജയ ഇങ്ങനെ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ സംഘപരിവാർ ഞെട്ടുകയാണ്, ഇതാണോ ഞങ്ങളുടെ സുജയ എന്ന്. UPയിൽ യോഗി ആദിത്യനാഥ്, അതായത് ചില BJP നേതാക്കൾ പറയുന്നത് UPയിൽ യോഗി ആദിത്യനാഥിൻ്റെ ഭരണം കേരളത്തിൽ വരണം എന്നാണ്. നമുക്കെന്തായാലും എന്താണ് യോഗി ആദിത്യനാഥ് ചെയ്യുന്ന ഒരു കുറ്റം, നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ എന്ന ജില്ലയിൽ ഒരു മെഡിക്കൽ കോളേജിൽ 63 പിഞ്ചു കുഞ്ഞുങ്ങൾ ഒരു രാത്രിയിൽ മരിച്ചു വീണു. 63 കുട്ടികളാണ് ഒറ്റ രാത്രിയിൽ മരിച്ചത്. ആ മരണം അക്ഷരാർത്ഥത്തിൽ രാജ്യത്തെ മാത്രമല്ല ലോകത്തെ തന്നെ ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു. അതൊരു കൂട്ടമരണമായിരുന്നു. പക്ഷേ ആ മരണം കൂട്ടമരണമല്ല, അതൊരു കൂട്ട കൊലപാതകമായിരുന്നു എന്ന് അതേ ആശുപത്രിയിലെ ഒരു ഡോക്ടർ ലോകത്തോട് വിളിച്ചു പറഞ്ഞപ്പോൾ നമ്മൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. നോക്കൂ, 63 പിഞ്ചു കുഞ്ഞുങ്ങളുടെ മരണം ഒരു കൂട്ട കൊലപാതകമായിരുന്നു എന്ന് നമ്മളോട് പറഞ്ഞ ഡോക്ടറിന്റെ പേര് ഡോക്ടർ കഫീൽ ഖാൻ എന്നാണ്. അദ്ദേഹം അതിന്റെ കാരണവും നമ്മളോട് വിശദീകരിച്ചു. ഈ ആശുപത്രിയിലേക്ക് ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന പൈപ്പുണ്ട്, ആ പൈപ്പ് കട്ട് ചെയ്തിരിക്കുകയായിരുന്നു. എന്തുകൊണ്ടാണ് പൈപ്പ് കട്ട് ചെയ്തിരിക്കുന്നത്? ഓക്സിജൻ സപ്ലൈ ചെയ്യുന്ന കമ്പനികൾക്ക് സർക്കാർ ബില്ല് അടച്ചിട്ടില്ല, പണം അടച്ചിട്ടില്ല. ആ കാരണം കൊണ്ടാണ് ഓക്സിജൻ പൈപ്പ് കട്ട് ചെയ്തത്. തുടർന്ന് ഓക്സിജൻ കിട്ടാതെ നോക്കൂ, 63 കുട്ടികളാണ് മരിച്ചത്. ഒരു സർക്കാരിന്റെ പിഴവ്, ഒരു സിസ്റ്റത്തിന്റെ തകരാറ്. അത് വിളിച്ചു പറഞ്ഞത് ഒരു ഡോക്ടറായിരുന്നു. അയാളുടെ പേരാണ് കഫീൽ ഖാൻ. അവിടെ കൊണ്ട് തീരുന്നില്ല, അദ്ദേഹം പല കാര്യങ്ങളും വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഓക്സിജൻ കിട്ടുന്നില്ല എന്ന സാഹചര്യം മനസ്സിലാക്കുന്ന ഡോക്ടർ തന്റെ കാറുമായിട്ട് അടുത്തുള്ള ഓക്സിജൻ സപ്ലൈസിനെ തിരക്കി പോവുകയാണ്. എന്നിട്ട് സ്വന്തം പോക്കറ്റിൽ നിന്ന് പൈസ കൊടുത്ത് പരമാവധി ഓക്സിജൻ സിലിണ്ടർ സമാഹരിക്കുന്നു. ബാക്കി ഓക്സിജൻ സിലിണ്ടർ കടം പറയുന്നു. എന്നിട്ട് തനിക്ക് കയ്യിൽ എടുക്കാവുന്ന ഓക്സിജൻ സിലിണ്ടറുമായി കാറിൽ തന്നെ തിരിച്ച് ആശുപത്രിയിലേക്ക് വരുന്നു. മറ്റ് ഓക്സിജൻ സിലിണ്ടർ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ ജില്ലാ പോലീസ് അധികാരികളോട് ഫോണിൽ വിളിച്ച് പറയുന്നു. ഇത്രയുമൊക്കെ ചെയ്തതിനു ശേഷം കഫീൽ ഖാൻ ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിലെയും മെഡിക്കൽ കോളേജിലേക്ക് എത്തുമ്പോൾ 63 കുട്ടികൾ മരിച്ചു കഴിഞ്ഞിരുന്നു. ഈ സത്യമാണ് കഫീൽ ഖാൻ ജനങ്ങളോട് പറഞ്ഞത്. പക്ഷേ അത് ഉത്തർപ്രദേശിനെ മാത്രമല്ല, ഈ രാജ്യത്തെ മാത്രമല്ല, ലോകത്തെയും ഞെട്ടിക്കുമ്പോൾ കഫീൽ ഖാനെതിരെ അണിയറയിൽ ഒരു പടയൊരുക്കം നടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗോരഖ്പൂർ എന്ന് പറയുന്നത് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ജില്ലയാണ്. ആ മണ്ഡലത്തിൽ നിന്നാണ് പലതവണ ലോക്സഭയിലേക്ക് ആദിത്യനാഥ് വിജയിച്ചു വന്നിട്ടുള്ളത്. ഗോരഖ്പൂർ ജില്ലയിലെ പ്രധാനപ്പെട്ട മഠത്തിലെ പൂജാരിയായ സന്യാസി കൂടിയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിയായിട്ടുള്ള യോഗി ആദിത്യനാഥ്. അദ്ദേഹത്തിന്റെ ജില്ലയിലെ ഒരു മെഡിക്കൽ കോളേജിലാണ് ഓക്സിജൻ കിട്ടാത്തതിന്റെ പേരിൽ 63ഓളം പിഞ്ചു കുഞ്ഞുങ്ങൾ ഒറ്റ രാത്രി കൊണ്ട് മരിച്ചു വീണത്. അങ്ങനെ ഒരു കാര്യം ലോകത്തോട് പറയുന്ന ഒരു ഡോക്ടറിനെ വെച്ചു പൊറപ്പിക്കാൻ കഴിയില്ല. കാരണം അത് സർക്കാരിനെതിരാണ്. സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയുടെ ജില്ലയിലാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ വലിയ വീഴ്ചയായിട്ട് അത് മാറും. ഇത് മനസ്സിലാക്കി
മനസ്സിലാക്കുന്ന സർക്കാർ ഉണർന്നു പ്രവർത്തിച്ചു. ഉടൻ തന്നെ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. പിന്നീട് കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ജോലിയിൽ നിന്ന് തന്നെ പുറത്താക്കി. ഈ നിമിഷം വരെ കഫീൽ ഖാന് സ്വതന്ത്രമായി ഇന്ത്യയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉത്തർപ്രദേശ് സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. 6ഓളം FIR ആണ് കഫീൽ ഖാനെതിരെ വിവിധ പോലീസ് സ്റ്റേഷനുകളിലുള്ളത്. അതിന് അഴിമതിയുണ്ട്, അതിന് സ്വകാര്യ പ്രാക്ടീസ് ഉണ്ട്, അതിന് കൃത്യവിലോപമുണ്ട്, അതില് രാജ്യദ്രോഹ കുറ്റമടക്കമുള്ള കേസുകളുണ്ട്. എന്താ അല്ലേ എൻ്റെ പൊന്നു മനുഷ്യന്മാരുടെ ഒരൊറ്റ കാര്യം പറയുകയാണ്. മതം പറഞ്ഞിട്ട് നിങ്ങൾ BJPക്ക് വോട്ടിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ ഇത് തന്നെയായിരിക്കും. 63 പിഞ്ചോപന കുഞ്ഞുങ്ങളാണ് മരിച്ചു പോയത്. ആ മരിച്ചു പോയാൽ ഹിന്ദുക്കളുമുണ്ട്, മുസൽമാനുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്. എൻ്റെ പൊന്നു മനുഷ്യന്മാർ, എന്തിന് വർഗീയ? നമ്മളൊക്കെ മരിക്കാനില്ല. ഞാൻ ഒരൊറ്റ ചോദ്യം ചെയ്തു, മരിക്കാനില്ലേ? ഈ ദുനിയാവിൽ 1000 വർഷം ഫിക്സ്ഡായിട്ട് ജീവിക്കുന്നു എന്നൊരു വിസ എടുത്തിട്ടാണ് നമ്മൾ വന്നത്. ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ എന്നൊന്നും എനിക്കറിയത്തില്ല. പിന്നെ എന്തിനാണ് വർഗീയതയൊക്കെ പറഞ്ഞത്? പൊന്നു BJP സർക്കാരിനോട് ഒരൊറ്റ കാര്യം പറയുകയാണ്, കേരളത്തിൽ നിങ്ങൾക്ക് അധികാരം പിടിക്കണമെങ്കിൽ ജാതി പറയുന്നത് എന്ന് നിങ്ങൾ നിർത്തുന്നോ, നിങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ് എന്ന് വരുന്നോ അന്നേ നിങ്ങൾക്ക് ജനങ്ങൾ വോട്ടിടും. അല്ലാതെ മതം പറഞ്ഞിട്ട് വോട്ടിടാൻ എൻ്റെ പൊന്നു മനുഷ്യന്മാർ, നമ്മളെല്ലാവരും ഒന്നാണ്, മനുഷ്യന്മാരാണ്. അങ്ങനെ ചിന്തിച്ചാൽ മതി. നരേന്ദ്രമോദിക്കെതിരെ ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ട്, വലിയ വിവാദമാണ്. നമുക്കത് ജസ്റ്റ് ഒന്ന് കേട്ട് നോക്കാം. ഓക്കെ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് ചോദിച്ചിരിക്കുകയാണ്. തൽക്കാലം അദ്ദേഹത്തിന് മാപ്പ് കൊടുക്കാൻ സ്ത്രീകൾക്ക് കഴിയില്ല. കാരണം വനിതാ സംവരണം രാജ്യത്ത് നടപ്പാക്കുന്നതിൽ ഇപ്പോൾ ഏറ്റവും തടസ്സം നിൽക്കുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയുമാണ്. കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ പരാജയപ്പെട്ടു പോയത് വനിതാ സംവരണ ബില്ലല്ല, വനിതാ സംവരണ ഭേദഗതി ബില്ലാണ്. വനിതാ സംവരണത്തെ സെൻസസുമായും മണ്ഡല പുനർനിർണയവുമായും ബന്ധപ്പെടുത്തിയ വ്യവസ്ഥയാണിപ്പോൾ അത് നടപ്പാക്കുവാൻ തടസ്സം നിൽക്കുന്ന ഒരേ ഒരു കാര്യം. അത് മറികടക്കുവാൻ കേന്ദ്രത്തിന് ഒരു നിയമ ഭേദഗതിയിലൂടെ കഴിയുമെന്നിരിക്കെ എന്തിനാണ് പ്രധാനമന്ത്രി ഈ മുതലക്കണ്ണീർ പൊഴിക്കുന്നത്? പ്രതിപക്ഷ നേതാവ് അസന്നിഗ്ധമായി പാർലമെന്റിൽ വ്യക്തമാക്കിയിരിക്കുകയാണ്, 543 സീറ്റിൽ തന്നെ വനിതാ സംവരണം നടപ്പാക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന്. അപ്പോൾ ഇതുവരെ കണ്ട പ്രതിഷേധങ്ങളെല്ലാം കഴിഞ്ഞിരിക്കുന്നു, അസ്തമിച്ചിരിക്കുന്നു. രാജ്യത്ത് ഒരു സുവർണാവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത് വനിതാ സംവരണം നടപ്പാക്കാൻ. പ്രതിപക്ഷ നിരയിൽ ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസമില്ല എന്ന് രാഹുൽ ഗാന്ധി പറയുകയാണ്. അപ്പോൾ പിന്നെ എവിടെയാണ് അഭിപ്രായ വ്യത്യാസം? ഭരണനിരയിലോ? BJPക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? NDAയിലെ മറ്റു കക്ഷികൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ വനിതാ സംവരണം നടപ്പാക്കാൻ ഇപ്പോൾ തന്നെ കഴിയുമെന്നിരിക്കെ, അത് വളരെ സിമ്പിളായി കഴിയുമെന്നിരിക്കെ, അതിനെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിച്ച് വനിതാ സംവരണം നടപ്പാക്കാതെ രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് ചോദിക്കാൻ വന്നിരിക്കുകയാണ് പ്രധാനമന്ത്രി. ഇത് ഇവിടെ അരിയാഹാരവും ഗോതമ്പാഹാരവും ചോളവും ഒക്കെ കഴിക്കുന്ന സ്ത്രീകൾക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, നരേന്ദ്രമോദിയോട് പറയാനുള്ളത്, ഒരുപക്ഷെ ഗുജറാത്തികളും UPക്കാരും വിശ്വസിച്ചിട്ടുണ്ടാവും മലയാളികൾക്ക് ഇത്തിരി ബുദ്ധി കൂടുതലാണ്. എന്താ പറയാൻ, നിങ്ങളുടെ ഉഡായിപ്പെന്ന് മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഓക്കെ, അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഞാൻ വിശദമായിട്ട് കുറേ വീഡിയോ സംസാരിച്ചത് കൊണ്ട് ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല. അടുത്ത വീഡിയോയുമായി ഇടം വരാം. ഓക്കെ, ബൈ.